1999 ഡിസംബർ 15 ഒരു ബുധനാഴ്ച വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്ത് വാർഗാസ് എന്ന് പറയുന്ന പ്രദേശത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തത്തിന് ആ ഭൂമിക സാക്ഷിയായി. പെട്ടെന്നുണ്ടായ ഒരു പേമാരിയിൽ മലകൾ ഇടിഞ്ഞു വീണ് മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായിട്ട് ഒരു സംസ്ഥാനം തന്നെ മണ്ണിനടിയിൽ പെട്ടുപോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. വലിയ ഒരു ദുരന്തത്തിന് വാർഗാസ് 1999 ഡിസംബർ 15 പകലിൽ സാക്ഷിയാകുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി പോയ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജീവനുകൾ പൊലിഞ്ഞുപോയ ആ ദുരന്തമുനയിൽ, ആ ദുരന്ത ഭൂമിയിൽ ഒരു പിതാവിന്റെ ചരിത്രം പറയുന്നുണ്ട്. തന്റെ കഴുത്തൊപ്പം മണ്ണിൽ മൂടപ്പെട്ടു പോയ, ശരീരമാസകലം മണ്ണിലേക്ക് താഴ്ന്നു പോയ, മണ്ണിൽ പൂണ്ടുപോയ ഒരു പിതാവ്. ആ പിതാവിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി രക്ഷാപ്രവർത്തകർ കടന്നു വരുമ്പോ, ആ രക്ഷാപ്രവർത്തകർ വന്ന് കയ്യിൽ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തുമ്പോ ആ പിതാവ് പറയുന്നുണ്ട്, എന്നെ നിങ്ങൾ ഇവിടെ നിന്നും രക്ഷപ്പെടുത്തരുത്, എന്നെ നിങ്ങൾ ഇവിടെ നിന്നും രക്ഷപ്പെടുത്താൻ പാടില്ല. ഭൂമിക്കടിയിലേക്ക് ആണ്ടുപോയ എന്റെ കരങ്ങളിൽ എന്റെ 2 കുട്ടികൾ, എന്റെ 2 പെൺകുട്ടികൾ എന്റെ ആ കൈകളിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. എനിക്കവരെ ഒറ്റക്കാക്കിയിട്ട് മടങ്ങി വരാൻ കഴിയില്ല എന്ന് ആ പിതാവ് പറയുമ്പോ, ആ പിതാവ് അത് പറയുമ്പോ യാഥാർത്ഥ്യം മറ്റൊന്നായിരിക്കാം. ഒരു പക്ഷേ ആ പിതാവിന്റെ കൈകളിൽ പിടിച്ചിരുന്ന തന്റെ പിഞ്ചോമന മക്കൾ അവർ ഭൂമിക്കടിയിലേക്ക് ആണ്ടുപോയിട്ടുണ്ടാകാം. ഈ പിതാവ് ഇത് പറയുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ ആ കുട്ടികൾ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ടാകാം. പക്ഷെ അയാൾ മനസ്സിൽ കരുതുന്നത്, എന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പിതാവെന്ന് ഞാൻ അവരെ രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ, ശുഭപ്രതീക്ഷയോടെ എന്റെ കരങ്ങളിൽ മുറുകെ പിടിച്ച എന്റെ കുട്ടികൾ എന്ന ചിന്തയിൽ ആ കഴുത്തൊപ്പം മണ്ണിനടിയിൽ മൂടപ്പെട്ട പിതാവ് നിൽക്കെ, എന്റെ മക്കളെ ഒറ്റയ്ക്കാക്കിയിട്ട്, അവരെ തനിച്ചാക്കിയിട്ട് എനിക്കൊരു ജീവിതത്തിലേക്ക് കടന്നു വരണ്ട എന്ന് ആ പിതാവ് പറയുമ്പോ ഒരു വലിയ ചരിത്രത്തിന് ലോകം സാക്ഷിയായി. ആ കുട്ടികളുടെ കൈകളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ആ കുട്ടികളുടെ കരങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പിതാവ് മരണത്തിലേക്ക് കടന്നുപോയെന്ന് വെനസ്വേലയുടെ ചരിത്രം പറയുമ്പോ, എന്റെ സഹോദരങ്ങളെ, വാപ്പ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതത്തിന് ഈ ചരിത്രം പറയുമ്പോ ഇതൊരു ഒറ്റപ്പെട്ട കഥയായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ പാടില്ല. ഒരു പിതാവിന്റെ മക്കളോടുള്ള സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും കരുണയുടെയും ആർദ്രതയുടെയും ഒറ്റപ്പെട്ട ഒരു ചരിത്രമായിട്ട് നിങ്ങൾ ഇതിനെ വായിക്കാൻ പാടില്ല. ഇതൊരു ഒറ്റപ്പെട്ട ചരിത്രമല്ല. നിങ്ങൾ കണ്ടുവല്ലോ, വിളപ്പിൽശാല ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ പിടഞ്ഞു വീണ് മരണപ്പെട്ട ബിൻസീർ എന്ന് പറയുന്ന, ബിസ്മീർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ആ ബിൻസീർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ മരണത്തിനെ മുന്നിൽ കണ്ടു നിൽക്കുന്ന ഘട്ടത്തിൽ തന്റെ ഭാര്യ